നമസ്കാരം, ഇത് IBN മലയാളം. ഓണാഘോഷം ഒഴിവാക്കൽ ദുരിതത്തിലായി കലാകാരന്മാർ. ഞങ്ങളെല്ലാം വയനാടിനൊപ്പമാണ്. സർവ്വതും നഷ്ടപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുമുണ്ട്. പക്ഷേ ഓണാഘോഷം വേണ്ടെന്ന് വെച്ചതോടെ ഞങ്ങളുടെ കുടുംബം പട്ടിണിയാകും. ഒരു ഉടുപ്പ് പോലും മക്കൾക്ക് വാങ്ങി നൽകാനാവാത്ത വിധം കലാകാരന്മാർ ദുരിതത്തിലാകും. ഗാനമേള ഓർഗനൈസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി സന്തോഷ് തിരുവഞ്ചൂരിൻ്റെ വാക്കുകളാണിത്. വയനാട് ദുരിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ ഓണാഘോഷം ഒഴിവാക്കിയതോടെ ദുരിതത്തിലായത് ആയിരക്കണക്കിന് കലാകാരന്മാരാണ്. ക്ലബ്ബുകൾ വ്യാപകമായി ഓണാഘോഷം ഉപേക്ഷിച്ചു. ബുക്കിങ്ങുകൾ ക്യാൻസലായി. ഓണം പട്ടിണിക്കാലമാകും. ലൈറ്റ് ആൻഡ് സൗണ്ട്, പന്തൽ, കാറ്ററിംഗ് വിഭാഗവും കടുത്ത പ്രതിസന്ധിയിലാണ്. മെയ് അവസാനം മുതൽ സ്റ്റേജ് കലാകാരന്മാർക്ക് വറുതിയുടെ കാലമാണ്. പിന്നെ ഓണത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. 4-5 ലക്ഷം രൂപ മുടക്കിയാണ് കലാസംഘങ്ങൾ പുതിയ കലാപരിപാടികൾക്ക് പരിശീലനം നൽകിയത്. പലരുടെയും കെട്ടുതാലി അടക്കം പണയം വെച്ചാണ് പുതിയ നാടകങ്ങളും ഗാനമേളയും നാടൻപാട്ടും ഒക്കെ ഒരുക്കിയത്. സർക്കാർ ഓണാഘോഷം വേണ്ടെന്ന് വെച്ചതോടെ ബുക്കിംഗ് നടന്ന പരിപാടികൾ പോലും ക്യാൻസലായി എന്ന് സമിതികളും പ്രോഗ്രാം ഏജൻസികളും പറയുന്നു. ഓണാഘോഷം ഒഴിവാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ക്ലബ്ബുകളോട് നിർദ്ദേശിക്കുകയാണ്. പോലീസിൽ നിന്നും മൈക്ക് ഓർഡർ പോലും നൽകുന്നില്ല. പ്രളയം വന്നപ്പോഴും ഓണാഘോഷം മാത്രമാണ് സർക്കാർ ഒഴിവാക്കിയത്. അന്നും കലാകാരന്മാരാണ് ദുരിതത്തിലായത്. ദുരിതബാധിതർക്ക് വേണ്ട സഹായം എല്ലായിടത്തു നിന്നും എത്തുന്നുണ്ട്. എന്നാൽ ഓണാഘോഷം ഇല്ലാതായതോടെ ദുരിതത്തിലായ കലാകാരന്മാർക്ക് എങ്ങു നിന്നും സഹായം ലഭിച്ചില്ല. കലാകാരന്മാർക്ക് മാത്രമല്ല, ബലൂൺ വിൽപ്പനക്കാരനും കപ്പലണ്ടി വിൽപ്പനക്കാരനും മുതൽ കാറ്ററിംഗ് ജീവനക്കാർക്ക് വരെ തീരുമാനം വലിയ തിരിച്ചടിയാകും. പ്രോഗ്രാം ഏജൻസികളുടെ വരുമാനം സമിതികൾ നൽകുന്ന കമ്മീഷനാണ്. പ്രോഗ്രാം നടക്കാതെ വന്നാൽ അവരുടെ വരുമാനവും നിലയ്ക്കും. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അനുകൂല നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് ഗാനമേള ഓർഗനൈസേഴ്സ് അസോസിയേഷൻ സാംസ്കാരിക മന്ത്രി VN വാസവന് നിവേദനം നൽകിയിട്ടുണ്ട്. അതേസമയം മന്ത്രിമാരോ സർക്കാരോ മറ്റ് ആഘോഷങ്ങൾ ഒഴിവാക്കുകയോ ചെലവൊരുക്കുകയോ ചെയ്തിട്ടില്ല. നവംബറിൽ നടത്തുന്ന കേരളീയം പരിപാടി പോലും മാറ്റിയിട്ടില്ല. ഓണാഘോഷം മാത്രമാണ് മാറ്റിയതെന്നും കലാകാരന്മാർ പറയുന്നു. ന്യൂസ് ഡെസ്ക് IBN മലയാളം.